എൻ്റെ എക്സ് ഹസ്ബൻഡും വീട്ടുകാരും എൻ്റെ വീട്ടിൽ വന്നപ്പോൾ കുറച്ച് സീനായ കാര്യങ്ങൾ തെസ്നയ എമീറും അതേപോലെ തന്നെ അവരുടെ എക്സ് ഹസ്ബൻഡുമായിട്ടുള്ള വിഷയം ഇതിപ്പോ ഒരു വൻ കോമഡി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഷയം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാര്യം കുറച്ച് ആളുകൾക്ക് മുമ്പ് ഇവർ വന്നിട്ട് ഇവരുടെ എക്സ് ഹസ്ബൻഡിന്റെ വിഷയങ്ങളും കാര്യങ്ങളും, അതായത് മുമ്പ് ഒരു ഹസ്ബൻഡായിട്ട് ഇരുന്ന പുള്ളിയുടെ കുറെ കുറ്റങ്ങളും അതായത് പുള്ളി ചെയ്തിട്ടുള്ള പല കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇവർ തന്നെ ഇവരുടെ യൂട്യൂബ് ചാനലിൽ കൂടെ പറഞ്ഞിട്ടുണ്ടായി. അതായത് ഇവരുടെ എക്സ് ഹസ്ബൻഡായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഇനി എടുത്ത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് മാത്രമേ വിഷയം കാണുള്ളൂ. കാര്യം അമ്മാതിരി കുറ്റങ്ങളല്ല, ഇവർ സത്യങ്ങളാണ് പറഞ്ഞതെന്നുള്ള രീതിക്കാണ് ഇവർ പറയുന്നത്. അപ്പൊ എന്തെങ്കിലും ആവട്ടെ, അതവിടെ നിൽക്കട്ടെ, അതല്ല നമ്മുടെ ഇപ്പൊ ഇവിടുത്തെ വിഷയം. അപ്പൊ എന്തായാലും ഇവർ അത്രയും കാര്യങ്ങൾ ഇവരുടെ എക്സ് ഹസ്ബൻഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ ഡിവോഴ്സായി, പിന്നെ അതേപോലെ ഇവർക്ക് ഒരു ഇരട്ട കുട്ടികൾ ജനിച്ച്, അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്നിട്ട് ഇവരുടെ ലൈഫ് ഹാപ്പി ആയിട്ട് പോണായിരുന്നു. എന്നിട്ട് ഈ ഇടയ്ക്കാണ് ഇവരുടെ ഈ എക്സ് ഹസ്ബൻഡിന്റെ വീട്ടുകാരൊക്കെ കൂടെ ഇവരുടെ വീട്ടിനകത്തേക്ക് കയറി വന്നു വന്നലമ്പ്. എന്നിട്ട് ആ ഒരു ഇതിന്റെ വീഡിയോ എടുത്തിട്ട് ഇവരുടെ യൂട്യൂബിനകത്ത് കൂടെയൊക്കെ ഇട്ടിട്ടുണ്ടായി. അപ്പൊ ആ ഒരു സംഭവത്തിന് നമുക്ക് ആദ്യം ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടെ, അത് ബാക്കി പറയാം. എന്താ പറയാ, അവര് ഇത് വിളിച്ചു പറയോ, ഒരു മുന്നറിയിപ്പില്ലാതെ എല്ലാരും കൂടെ ഇടിച്ച് കയറി വീട്ടിലേക്ക് വന്നു. ഇനി വിട്ടോ മര്യാദ കഴിഞ്ഞതാ ഡിവോഴ്സ് പോയി കാണാൻ പറ്റും വിട്ടോ. ഓക്കെ, അപ്പൊ ഇവരെല്ലാം കൂടെ വീട്ടിനകത്തേക്ക് കയറി വന്നു കഴിഞ്ഞിട്ട് ഇവര് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ഈ തൻസിയായിട്ട് പിന്നെയും ഇതിന് വന്ന് വേണം എന്നൊക്കെയുള്ള രീതിക്കാണ്, അതായത് പിന്നെ ഒന്നിക്കണം എന്നുള്ള രീതിക്കാണ് ഇവർ വന്നിട്ട് പറയുന്നത്. അതേപോലെ പിള്ളേരെ കാണണം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവർ വന്നിട്ട് പറയുന്നത്. അപ്പൊ ഇവരിങ്ങനെ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കേസ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കേസ്, ഇവര് തമ്മിൽ ഡിവോഴ്സ് ആവാനായിട്ടുണ്ടായ മെയിൻ ആയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പല കാരണങ്ങളും ഉണ്ട്. അതിനകത്ത് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവരുടെ ഹസ്ബൻഡിന് വേറൊരു സ്ത്രീയായിട്ട് ബന്ധമുണ്ടായി, അതായത് റിലേഷനകത്ത് ഇരിക്കുക തന്നെ വേറൊരു സ്ത്രീയായിട്ട് ബന്ധമുണ്ടായി. അപ്പൊ ഇതുകൊണ്ടാണ് ഇവര് പിന്നെ ബന്ധമൊക്കെ വേർവിട്ട് ഇപ്പൊ മനസ്സമാധാനമായിട്ട് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതിനിടയ്ക്കാണ് ഇവരുടെ വീട്ടുകാരൊക്കെ കൂടെ വീട്ടിനകത്തേക്ക് കയറി വന്നിട്ട് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അപ്പൊ ഈ പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്കാണ് അത്ര നാള് നമ്മുടെ ഈ ഹസ്ബൻഡ്, അതായത് ഇവരുടെ ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണെടുത്താ കണ്ടുവിടാറുണ്ട് ഈ തൻസിയയ്ക്ക്. പെട്ടെന്ന് ഇവർക്ക് അങ്ങോട്ട് പെട്ടെന്ന് എന്തോ ഞാൻ എന്നാ ഭർത്താവിൻ്റെ കൂടെ പോണേണ്, അതായത് മുൻ ഭർത്താവിൻ്റെ കൂടെ പോണേണ്, അവര് വന്ന് ഇത്രയും പറഞ്ഞതല്ലേ, ഒന്നില്ലെങ്കിലും എന്നെ ഇത്രയും ഉപദ്രവിച്ചതല്ലേ, എൻ്റെ കുട്ടികളുടെ അച്ഛനല്ലേ, അത് ഞാനുമായിട്ട് റിലേഷനകത്തിരിക്കുക വേറൊരു സ്ത്രീയായിട്ട് ബന്ധമുണ്ടായ ഒരാളല്ലേ എന്നൊക്കെ ഉള്ള ഒരു സഹതാപം ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു പുള്ളിക്കാരി എന്തായാലും ഈ ഹസ്ബൻഡിൻ്റെ കൂടെ പോകാൻ തീരുമാനിച്ചു. എന്നിട്ട് തീരുമാനിച്ചു കഴിഞ്ഞിട്ട് പുള്ളിക്കാരി വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോനകത്ത് പുള്ളിക്കാരി പറയണമെന്ന് കേട്ടു നോക്കാം. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, എൻ്റെ എക്സ് ഹസ്ബൻഡും വീട്ടുകാരും എൻ്റെ വീട്ടിൽ വന്നപ്പോൾ കുറച്ച് സീനായ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഓൾറെഡി ഉമ്മച്ചതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് ഇപ്പം എന്താ, തെസ്നി എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. തൻസി വിചാരിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നവരാരും മണ്ടന്മാരല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. എന്നിട്ട് വേണം നിങ്ങൾ വന്നിട്ട് ഓരോ കാര്യങ്ങൾ വന്നിരുന്നിട്ട് പറയാൻ. നിങ്ങൾ വന്നിരുന്നിട്ട് പറയുന്നുണ്ടല്ലോ, അതായത് ഇപ്പൊ നീ എന്താണ് ഇങ്ങനെ ചാടി കളിക്കുന്നതെന്നൊക്കെ വിചാരിക്കുന്നത്, നിങ്ങൾ അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അറിയാത്തോണ്ട് ചോദിക്കുന്നതാണ്. ഇവിടെ ആരും നിങ്ങളുടെ വീട്ടിനകത്ത് കിടക്കുന്ന പ്രശ്നങ്ങളൊന്നും ആരും ചോദിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഇവിടെ ആരും നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ കുടുംബത്തിനകത്ത് എന്ത് വിഷയങ്ങൾ നടന്നാലും ഇവിടെ ആർക്കും അറിയേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ തന്നെയാണ് അത് വന്നിട്ട് നമ്മളോടൊക്കെ പറയുന്നത്. നിങ്ങൾ വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പൊ നിങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ഭർത്താവിന് അത് പ്രശ്നം ഇത് പ്രശ്നം അതാണ്, അതുകൊണ്ട് ഞാൻ ഇനി ഭർത്താവിൻ്റെ കൂടെ നിൽക്കുന്നില്ല, ഓക്കെ, എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ആ ഒരു ടൈമിനകത്ത്. പക്ഷെ ഇപ്പൊ അതേ നിങ്ങൾ വന്നിട്ട് തിരിച്ചു പറയണേണ് ഞാൻ അവരുടെ പോണേണ്, എനിക്ക് എന്തോ ഇപ്പൊ എന്റെ മനസ്സൊക്കെ മാറിയുന്നേ, അതുകൊണ്ട് ഞാൻ പോണേണ്. പിന്നെ പറയാം നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾ ആരോടെ പോകണ്ടാന്നൊക്കെ. പക്ഷെ കാണുന്നവർ പൊട്ടന്മാരല്ല. അതിൻ്റെ ഇടയിൽ ഞാൻ ഇവരെ കണ്ടിട്ടുണ്ടായിരുന്നു, ഹസ്ബൻഡിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണെങ്കിൽ എനിക്കാകെ എൻ്റെ മൈൻഡ് അങ്ങ് പണ്ടൊന്നും ചെയ്തൊന്നും എനിക്ക് ഓർമ്മയില്ല, എന്തൊക്കെയോ ഒരു മൈൻഡ് വരില്ല, നമുക്ക് ആകെ ടെൻഷനും സങ്കടവും ഒക്കെ കൂടി അങ്ങ് വന്നിട്ട് മൊത്തത്തിലങ്ങ് മൈൻഡ് അങ്ങ് ഒന്നും മനസ്സിലാവാത്ത രീതിയിലായിപ്പോയി എൻ്റെ മൈൻഡ് അവരെ കണ്ട സമയത്ത്.
എൻ്റെ വീട്ടുകാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്, അവരോട് ഇറങ്ങിപ്പോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എമിറിന് പ്രഗ്നൻ്റ് ആയ സമയത്ത് നമ്മൾ തമ്മിൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തന്നെ സെയിം എന്താ പറയുക, നമ്മളിങ്ങനെ അവിടെ പോയിട്ട് അവരോട് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവർ വീട്ടിൽ വരെ കയറ്റിയിട്ടില്ല. എന്തിന് അവൻ ദുബായിലേക്ക് അങ്ങോട്ട് പോവുകയും ചെയ്ത് മൊത്തത്തിൽ ഇങ്ങനെ ഇട്ട് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എൻ്റെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു. അപ്പൊ അതൊക്കെ ഓർത്തിട്ടായിരിക്കും ചിലപ്പോൾ വീട്ടുകാർ ഇറങ്ങിപ്പോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഹസ്ബൻഡും ഒരു ഫാമിലി പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തും ഭയങ്കര ബഹളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളം, അങ്ങോട്ടും ഇങ്ങോട്ടും വമ്പം ബഹളം. അവനൊന്നും മിണ്ടുന്നൊന്നുമില്ല കേട്ടോ, അവന് അവിടെ നിൽക്കുന്നുണ്ട്. അതേപോലെ എനിക്കാണെങ്കിൽ ഒന്നും മിണ്ടാൻ പറ്റൂലല്ലോ. അപ്പൊ ഞാനവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഭയങ്കര ബഹളമായപ്പോൾ എനിക്കാകെ ടെൻഷനായി. ഓനെ കണ്ടപ്പോൾ അതിനും വലിയ ടെൻഷൻ. ഞാനപ്പോൾ ഇവരിങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞത്, എന്നെയും മക്കളെയൊക്കെ നല്ലോണം നോക്കൂ, അതേപോലെ സ്വർണം പൈസയൊക്കെ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ എനിക്ക് തിരിച്ചു തരികയാണെങ്കിൽ ഞാൻ എന്തായാലും വരാമെന്ന് ഞാൻ പറഞ്ഞു. ആ സമയത്ത് എന്താ അങ്ങനെ പറഞ്ഞതെന്നൊന്നും എനിക്ക് അറിയുന്നില്ല, പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞു. കാരണം എനിക്ക് എന്തോ പണ്ട് ചെയ്തതോ ഒന്നും ഓർമ്മയില്ല. ആ സമയത്ത് ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാൻ എന്തായാലും വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ മൊത്തത്തിൽ വീട്ടുകാർ എനിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും എന്താ എല്ലാവരും മുമ്പിൽ നാണം കെട്ടോലെ, എനിക്ക് വേണ്ടിയിട്ട് പിന്നെ നാണം കെട്ടോലെ. എന്റെ പൊന്ന് തൻസിയെ, ഇങ്ങനെ വന്നിരുന്നിട്ട് നിങ്ങൾ പറയുമ്പോഴല്ലേ എനിക്ക് സത്യം പറഞ്ഞ ചിരിയാണ് വരുന്നത് നിങ്ങൾ ഈ പറയുന്നത് കേട്ടിട്ട്. കാര്യം ഈ ഫാമിലി വ്ളോഗേഴ്സിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോണ്ടല്ല, അതായത് ഇതൊക്കെ ഒരു എനിക്കിതിപ്പം കാണുമ്പോൾ ഇതിനകത്ത് ഒരു ജെന്യൂനിറ്റി തോന്നുന്നില്ല. കാര്യം നിങ്ങൾ പറയുന്നതിനകത്തൊരു ലോജിക്കലി ആണെങ്കിൽ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും നമുക്ക് ആർക്കും, കാര്യം നമ്മൾ അത്രയും നമ്മുടെ ജീവിതത്തിനകത്ത് ഉപദ്രവിച്ചിട്ടുള്ള ഒരാൾ, അത്രയും നമ്മളെ മാനസികമായിട്ട് ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടുള്ള ഒരാളുടെ കൂടെ പിന്നെയും അയാൾ വിളിക്കുമ്പോഴത്തേക്കും പോകാൻ മാത്രം അത്രയും ബോധമില്ലേ? എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കുന്നത്, അത്രയും ബോധമില്ലേ? ഇനി നിങ്ങൾ പറയുമായിരിക്കും നിങ്ങളുടെ ജീവിതമാണ്, അന്ന് നിങ്ങൾക്ക് അങ്ങനെ തോന്നി, ഇന്ന് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നി, അന്ന് നിങ്ങൾക്ക് തോന്നിക്കോട്ടെ, ഓക്കെ. പക്ഷെ കാണുന്നവർക്ക് പറയാനായിട്ടുള്ള എല്ലാ അവകാശമുണ്ട്. കാര്യം നമുക്കൊക്കെ തലയ്ക്കകത്ത് ആൾതാമസം ഉള്ളതുകൊണ്ട് തന്നെ നമ്മളാരും ഇപ്പം നമ്മൾ അത്രയും ഇതാക്കിയ ഒരാളുടെ കൂടെ പിന്നെയും പോകുന്നത് അതൊരിക്കലും ഒരു പ്രാക്ടിക്കലി ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അത് കാര്യം ഇവർക്ക് എന്താണ് ചിന്തിക്കുന്നത്? പിന്നെ അതേപോലെ തന്നെ അന്ന് വന്നിട്ട് അത് പറഞ്ഞ്, ഇന്ന് വന്നിട്ട് ഇത് പറഞ്ഞ്, ഇനി നാളെ വന്നിട്ട് ചിലപ്പോൾ വേറെ പറയുമായിരിക്കും. നാളെ അവിടെ പോയി കഴിഞ്ഞിട്ട് പിന്നെയും എൻ്റെ ഭർത്താവ് എന്നെ ഉപദ്രവിച്ചു, അതുകൊണ്ട് ഞാൻ പിന്നെയും ഡിവോഴ്സ് ചെയ്യുന്നു, അതായത് പിന്നെയും കല്യാണം ചെയ്യും. ഇവരെന്താണ് കല്യാണം കഴിക്കലും ഡിവോഴ്സ് ചെയ്യും, ഇത് മാത്രം എന്തെങ്കിലും ആവട്ടെ, അവരായി അവരുടെ പാടായി. നമ്മളിതില്ലേ, നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വൻ വിഷയങ്ങളാവും. അപ്പം അതുകൊണ്ട് ഞാൻ ഒന്നും പറയണില്ല, നിങ്ങളായി നിങ്ങളുടെ പാടായി. അപ്പം എനിക്ക് അത്ര പറയാനുള്ളൂ. അപ്പം എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് തൻസിയുടെ ഒപ്പം നിൽക്കാനാണോ തോന്നുന്നത്, അതോ ഹസ്ബൻഡിൻ്റെ ഒപ്പം നിൽക്കാനാണോ തോന്നുന്നത്? ഞാൻ പറയുന്നില്ല, ഇവിടെ ഈ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ആളെ പറ്റിയിട്ട് നമുക്ക് തൻസിയെ പറഞ്ഞിട്ടുള്ള ഒരറിവ് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വേറെ പല കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഈ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ആളെ എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ ഈ ഒരു ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ആകെ അതൊരു കോമഡി വിഷയമായിട്ട് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. കാര്യം ആദ്യം തൻസിയുടെ ഫസ്റ്റത്തെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മറ്റേ ടൈമിനകത്ത്, അതായത് തൻസി ആദ്യം ഹസ്ബൻഡിന്റെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ ടൈമിനകത്ത് ഞാനാണെങ്കിലും പുള്ളിക്കാരിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് തന്നെയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കേസ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഒട്ടും സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ വെച്ച് നിർത്തണേണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇതിനെ പറ്റി പറയാനുള്ളത്? ഈ വീഡിയോയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റ.